ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ വന്നിട്ടൊരു മോർണിംഗ് റൊട്ടീനാണ്. രാവിലെ എഴുന്നേറ്റെങ്കിലും കിച്ചണിൽ കയറാൻ 8 മണിയായി കേട്ടോ. എല്ലാ ദിവസത്തെ പോലെ തന്നെ ആദ്യം ചോറാണ് വെക്കുന്നത്. അരിയെല്ലാം കുക്കറിലാക്കി അത് വേകാൻ വെച്ചു. പിന്നെ ഇന്നലെ വൻപയർ വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ഉച്ചത്തേക്ക് തോരനാക്കാമെന്ന് കരുതിയേ. അങ്ങനെ അതും കുക്കറിൽ വേകാൻ വേണ്ടി എല്ലാം എടുത്തു വെച്ചു. അരി വേകാൻ വെച്ചിട്ട് അത് വിസിൽ വരുന്ന സമയം കൊണ്ട് ബാക്കി കറിക്കുള്ള സംഭവങ്ങളെല്ലാം ഞാൻ കട്ട് ചെയ്യാറാണ് കേട്ടോ ചെയ്യാറ്. അപ്പോൾ അത്രയും ടൈം കിട്ടുമല്ലോ. ഇടയ്ക്ക് ഇങ്ങനെ ആലോചിക്കും കേട്ടോ, തലേദിവസം രാത്രിയിൽ കട്ട് ചെയ്ത് വെച്ചാലോ എന്ന്. പക്ഷേ അയറ ഉള്ളതുകൊണ്ട് തന്നെ അവളുടെ കൂടെ ആയിരിക്കും. അപ്പോൾ പിന്നെ രാത്രിയിൽ അങ്ങനത്തെ പണികളൊന്നും ചെയ്യാൻ സമയം ഉണ്ടാവില്ല. പിന്നെ മീനൊക്കെ മേടിക്കുവാണെങ്കിൽ തലേദിവസം തന്നെ കഴുകിയെല്ലാം സെപ്പറേറ്റ് പാത്രത്തിലെല്ലാം ആക്കി ഫ്രിഡ്ജിലാക്കുകയെ. രാവിലെ അതിനൊന്നും സമയം കിട്ടാറില്ല. ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് മാവ് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാവിലെ ഒരു കൺഫ്യൂഷനായിരുന്നു, ദോശയാക്കണോ ഇഡ്ഡലി ആക്കണമെന്ന്. സാധാരണ ആദ്യത്തെ ദിവസം ഇഡ്ഡലി ആക്കിയിട്ട് രണ്ടാമത്തെ ദിവസമാണ് കേട്ടോ ദോശയാക്കാറ്, 2 ദിവസത്തേക്ക് കണക്കാക്കി അരച്ചിട്ട്. അപ്പോൾ ഇന്ന് പക്ഷേ ദോശയാക്കാമെന്നാണ് കരുതിയത്. ശരിക്കും പറഞ്ഞാൽ ഇന്ന് ഒരു പ്ലാനിങ്ങും ഇല്ലാതെയാണ് കേട്ടോ കറികളും ഇതൊക്കെ ആക്കുന്നത്. ദോശയ്ക്ക് തന്നെ പിന്നെ ചട്നി ഉണ്ടാക്കാമെന്നാണ് തീരുമാനിച്ചത്. തേങ്ങ അരച്ചിട്ട് സാധാരണ തലേദിവസം തന്നെ ഇങ്ങനെ ആലോചിക്കുക പിറ്റേന്ന് മോർണിംഗ് എന്ത് ബ്രേക്ക്ഫാസ്റ്റ് ആക്കണം, എന്ത് കറിയാക്കണം എന്നെല്ലാം. അങ്ങനെ ആകുമ്പോൾ നമുക്ക് രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ മൈൻഡിൽ ആ ഒരു ഇതുണ്ടാവും. മറ്റത് രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഭയങ്കര കൺഫ്യൂഷനാണ്, എന്താക്കണം എന്ത് കറിയാക്കണം എന്നൊക്കെ. ചോറ് വേവിച്ച് മാറ്റി വെച്ചിട്ട് മീൻ കറിക്കുള്ള ഉള്ളിയും ഇതൊക്കെ അരിഞ്ഞിട്ട് എല്ലാം കൂടെ വഴറ്റി മീനൊക്കെ ഇട്ട് കുടംപുളി ഇട്ടാണ് കേട്ടോ ഇന്ന് മീൻ കറി വെക്കുന്നത്. അതിനുള്ളതാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഗ്യാസിൽ വെച്ച് ദോശ ഉണ്ടാക്കി. ആദ്യം കുറച്ച് ദോശ ഉണ്ടാക്കി മാറ്റി വെച്ചു കേട്ടോ. പിന്നെ അയറയ്ക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു ദോശയിൽ കുറച്ച് നെയ്യെല്ലാം ഒഴിച്ച് നല്ല ക്രിസ്പി ആക്കി കൊടുത്തേ. എങ്ങനെ അവൾക്കായിട്ട് സ്പെഷ്യലായിട്ടൊക്കെ ഓരോന്നൊക്കെ ആക്കി കൊടുക്കുമ്പോൾ ആൾക്ക് ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. അത് ഉടനെ വിളിച്ചിങ്ങനെ ഷെറിച്ചിനെ കാണിച്ചു കൊടുക്കുവാണേ. വളരെ കുഞ്ഞു മത്തിയാണ് കേട്ടോ. അപ്പോൾ ആദ്യം ഫ്രൈ ആക്കാമെന്നാണ് കേട്ടോ വിചാരിച്ചത്. പിന്നെ വിചാരിച്ച് തീരെ കുഞ്ഞിതായതുകൊണ്ട് തന്നെ ഫ്രൈ ആക്കുമ്പോൾ അതിൽ തീരെ ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ നല്ല കുടംപുളി ഇട്ട് നല്ല വറ്റിച്ചിട്ട് കറി വെക്കാമെന്നേ. തേങ്ങ പൊട്ടിച്ച് കഴിഞ്ഞാൽ തേങ്ങ വെള്ളം അയറയ്ക്കുള്ളതാണ് കേട്ടോ. അതെല്ലാ ദിവസവും കുക്കറിൽ പയർ വേവിച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ കുറച്ച് ഉള്ളിയെല്ലാം അരിഞ്ഞ് അത് കടുക് പൊട്ടിച്ച് നന്നായിട്ട് വഴറ്റിയിട്ട് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പെല്ലാം ഇട്ടിട്ട് ഈ വേവിച്ച പയറും കൂടെ അതിലോട്ട് തട്ടി കേട്ടോ. അങ്ങനെയാണ് കറിയാക്കുന്നത്. ഞാൻ കറിക്ക് ഇളക്കി കൊടുക്കുമ്പോൾ അയറ വന്ന് എൻ്റെ അടുത്ത് ബഹളം വെക്കുന്നുണ്ട് കേട്ടോ, അവൾക്ക് ഇളക്കാൻ കൊടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ അവളുടെയിലും കൊടുത്തു. അങ്ങനെ ഇളക്കി അതൊക്കെ റെഡിയാക്കിയേ. ദോശയ്ക്കുള്ള ചട്നിക്ക് മുളക് പൊടിയൊന്നും ഇടുന്നില്ല കേട്ടോ. പച്ചമുളക് അരച്ചിട്ടാണ് ഈ ചട്നി ഉണ്ടാക്കുന്നത്. ചട്നി ഉണ്ടാക്കുമ്പോൾ മുളക് അരയ്ക്കുന്നതിനും പിന്നെ മുളക് പൊടി ഇടുന്നതിനും രണ്ടിനും രണ്ട് ടേസ്റ്റാണ് കേട്ടോ. ഞങ്ങൾക്ക് കുറച്ച് കൂടുതൽ ഇഷ്ടം ഈ മുളക് അരച്ചിട്ട് വെക്കുന്നതാണ്. പിന്നെ ഈ കടുക് പൊട്ടിക്കുമ്പോൾ വറ്റൽമുളകും ഈ ചെറിയ ഉള്ളിയും കൂടെ അരിഞ്ഞ് വഴറ്റിയിട്ട് വെക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. കഴിഞ്ഞ ദിവസം കുറച്ച് കടലക്കറിയും ഫ്രിഡ്ജിലിരിപ്പുണ്ടായിരുന്നു കേട്ടോ. അതും കൂടെ ദോശയ്ക്ക് ചൂടാക്കി എടുത്തിട്ടുണ്ട്. അങ്ങനെ രാവിലത്തെയും ഉച്ചത്തെയും ഫുഡൊക്കെ റെഡിയായി കേട്ടോ. അങ്ങനെ കിച്ചണിലെ ജോലിയൊക്കെ കഴിഞ്ഞ് അയറെ ദേഹം കഴുകാനായിട്ട് കയറ്റിയതാണ്. അപ്പോഴത്തേക്കും ആൾ തലയിൽ കൂടെ വെള്ളമൊഴിച്ച് കുളിച്ചിട്ട് ഇറങ്ങി കേട്ടോ. അങ്ങനെ വേറെ ഉടുപ്പൊക്കെ ഇട്ട് തലയിൽ സ്ലൈഡൊക്കെ വെച്ച് കൊടുത്ത്. അയറയ്ക്ക് ഇങ്ങനെ ഒരുങ്ങുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അതുപോലെ തന്നെ നമ്മൾ എവിടെയെങ്കിലും വെറുതെ ഇരുന്ന് കഴിഞ്ഞാൽ വേഗം തന്നെ ചീർപ്പെല്ലാം പോയി എടുത്തിട്ട് വന്ന് നമുക്ക് തലമുടിയെല്ലാം ചീകി തരും കേട്ടോ. അങ്ങനത്തെ പരിപാടിയൊക്കെ ഉണ്ട്. പക്ഷെ തലയിൽ ചീകിയിട്ട് എന്തെങ്കിലും സ്ലൈഡോ ക്ലിപ്പോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെച്ച് കൊടുത്തു കഴിഞ്ഞാലും അധിക സമയമൊന്നും ഉണ്ടാവില്ല കേട്ടോ. കൂടിപ്പോയ ഒരു 10 മിനിറ്റ്, അതിനപ്പുറം പിന്നെ തലയിൽ ഉണ്ടാവില്ല. അങ്ങനെ ഭക്ഷണം കഴിഞ്ഞ് പാത്രമൊക്കെ കഴുകി വെച്ച് കേട്ടോ. പിന്നെ കുറേ അലക്കാനൊക്കെ ഉണ്ടായിരുന്നേ. രാവിലെ തന്നെ അപ്പോൾ അലക്കും കൂടെ കഴിക്കാമെന്ന് കരുതി എല്ലാം സർഫിലെല്ലാം എടുത്ത് വെച്ചു കേട്ടോ. കുറച്ച് കഴിഞ്ഞിട്ട് അങ്ങനെ അതൊക്കെ അലക്കിയെടുത്തു. മുറ്റം അടിക്കാൻ ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ചൂലും പിടിച്ച ആൾ പുറകെ വരും കേട്ടോ. പിന്നെ അവൾക്ക് ആ ചൂല് കൊടുത്തിട്ട് വേറെ ചൂലെടുത്ത് എല്ലാം അടിച്ചു വാരിയൊക്കെ വൃത്തിയാക്കി. അതിൻ്റെ ഇടയ്ക്ക് അയറ എൻ്റെ പുറകെ നടക്കുന്നുണ്ട് കേട്ടോ. വീഡിയോ എടുക്കുന്നുണ്ടെന്ന് മനസ്സിലായിട്ട് ഭയങ്കര ഡാൻസും പാട്ടൊക്കെയാണ്. ഇന്ന് രാവിലെ കുറച്ച് നല്ല വെയിലുണ്ട് കേട്ടോ. അല്ലെങ്കിൽ പിന്നെ എല്ലാ ദിവസവും രാവിലെ മഴയായിരിക്കും. ഡ്രസ്സൊക്കെ ഉണങ്ങാൻ തന്നെ ഭയങ്കര പാടാണ്. രാത്രി വീട്ടിൻ്റെ ഉള്ളിലൊക്കെ ഇട്ടിട്ടാട്ടോ ഉണക്കിയെല്ലാം എടുക്കുന്നത്. അലക്കിക്കൊണ്ട് നിന്നപ്പോൾ തന്നെ വിചാരിച്ചു എന്നാൽ മുറ്റവും കൂടെ അടിച്ചേക്കാമെന്ന്. തുണി കഴുകി കഴിഞ്ഞാൽ അവിടെ എല്ലാം വെള്ളമാകുമ്പോൾ പിന്നെ ചപ്പൊന്നും പോകത്തില്ലേ. അപ്പം അങ്ങനെ സോപ്പെല്ലാം ഇട്ട് വെച്ചിട്ട് ഞാൻ ആ മുറ്റമൊക്കെ അടിച്ച് വൃത്തിയാക്കി കേട്ടോ. അത് കഴിഞ്ഞിട്ടാണ് ഡ്രസ്സൊക്കെ അലക്കിയെടുത്തത്.
അപ്പോൾ ഇത്രയൊക്കെയാണ് കേട്ടോ ഇന്നത്തെ മോർണിംഗ് വിശേഷങ്ങൾ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ ബൈ.